ദയയുടെ സെറ്റില് ആകെ രണ്ടുപേരെ വഴക്ക് കേൾക്കാതെ ഉള്ളൂ. ഒന്ന് മഞ്ജു വാര്യർ, ഒരു MD വാസുദേവൻ അത് നായർ. മഞ്ജു വാര്യർ തന്നെ പറഞ്ഞതാ. ആണോ? അപ്പൊ എന്റെ കുറ്റല്ല. മഞ്ജു വാര്യർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അവിടെ രണ്ടുപേർക്ക് ചീത്ത കേൾക്കാറില്ല, എനിക്ക് MD സാറിനെന്ന്. ബാക്കി ഇത് നമുക്കൊരു ഇര കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പൊലിപ്പിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ എല്ലാവർക്കും. ഇന്നലെ അതേ ഇവിടെ വന്ന ഒരാൾ വേറെ ഒരു ആവശ്യമില്ലാതെ ഇവിടെ വന്നത്, അതായത് നമ്മുടെ എന്തോ ഒരു ആവശ്യമില്ലാത്ത സിനിമയൊന്നുമല്ല. ഞാൻ അവളോട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്, സാറ് ഭയങ്കര ചൂടണമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബന്ധമില്ല ഞാനുമായിട്ട്. ഞാൻ ഇയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ഞാൻ ചൂടനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് കാര്യം. വേണിച്ചേട്ടന് ശരിക്കും തോന്നാറില്ലേ? വേണിച്ചേട്ടന് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് ദേഷ്യമൊക്കെ വരും, അതിന് കാരണമില്ലാതെ എനിക്ക് ദേഷ്യം വന്നിട്ടില്ല ഇന്ന് വരെ. ഇത് ഞാൻ പറയാം, ഈ കാര്യത്തിൽ എൻ്റെ മിസ്റ്റേക്ക് എനിക്കറിയാം. എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വേറൊരാളെ കൊച്ചായി കാണാൻ ഇഷ്ടമല്ല. ഞാൻ അവരുടെ അടുത്ത് നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, മിനിമം എൻ്റെ ലെവലിലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ഘടക വിപരീതമായിട്ട് വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരാതിരിക്കും. നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഗീതയ്ക്ക് തരുന്ന റെസ്പെക്റ്റ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അത് ഗീതയുടെ അടുത്തുനിന്ന് ഞാൻ ഒരു മിനിമം ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ക്വാളിറ്റി കിട്ടിയില്ല, എൻ്റെ റെസ്പെക്റ്റ് പോകില്ലേ? അപ്പോൾ എൻ്റെ റെസ്പെക്റ്റ് പോകുന്നത് മാത്രമല്ല, ആ ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ ജോലിയും ബാധിക്കില്ല, അപ്പോൾ എൻ്റെ റെസ്പെക്റ്റും പോകില്ലേ? എനിക്കുള്ളത് എല്ലാം കുഴപ്പമാകുകയില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേഷ്യം വരാതിരിക്കൂ.